ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ നടപ്പാക്കിക്കൊണ്ട് ഇറാന് കനത്ത ആഘാതം നൽകിയ ഇസ്രായേൽ ഒരു വാർത്തകളൊക്കെ തന്നെയും ഇടം പിടിക്കുന്നത് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദാണ്. ഇറാന്റെ മണ്ണിൽ അവരറിയാതെ പടയൊരുക്കിയ ഈ സംഘടന ഈ ആക്രമണത്തിന് കളമൊരുക്കിയതിന് പിന്നിലും ഏജൻസിയുടെ കൃത്യമായ ആസൂത്രണവും തയ്യാറെടുപ്പുമാണ്. ഇറാൻ ഭരണകൂടത്തിന്റെ മൂക്കിന് താഴെ എന്നാൽ കാണാമറയത്ത് ഉണ്ടായിരുന്നു അവർ. മൊസാദ് എന്ന ഇസ്രയേലിന്റെ ശക്തമായ രഹസ്യാന്വേഷണ വിഭാഗം. ശത്രുവിനെ തകർക്കാൻ ശത്രുപാളയത്തിൽ തന്നെ പടയൊരുക്കിയ മൊസാദിന്റെ കഥ കൂടിയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഡ്രോണുകൾ വിക്ഷേപിക്കാനുള്ള രഹസ്യത്താവളം മുതൽ സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ഡ്രോണുകൾ വരെ ഇറാന്റെ മണ്ണിൽ ഇവർ ഒരുക്കി. ഡ്രോണുകളും ആയുധങ്ങളും ഒളിപ്പിച്ചത് ഈ ഭൂഗർഭ കേന്ദ്രത്തിൽ. ഇറാനിലെയും ഇറാഖിലെയും വ്യോമ പ്രതിരോധ നിരീക്ഷണ സംവിധാനങ്ങളെ തകർക്കുകയാണ് മൊസാദ് ആദ്യം ചെയ്തത്. ഇസ്രയേൽ കമാൻഡോകളെ ഇറാനിലേക്ക് കടത്തിയതും അതീവ രഹസ്യമായി. കൃത്യമായി ആസൂത്രണമുണ്ടായിരുന്നു മൊസാദിന്റെ ഓരോ നീക്കത്തിലും. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും മുതിർന്ന ശാസ്ത്രജ്ഞരെയും നയതന്ത്രജ്ഞരെയും സൈന്യത്തിലെ മുതിർന്നവരെയും നിരീക്ഷണ വലയത്തിലാക്കി. ഇവരുടെ വിവരശേഖരണം നടത്തി മൊസാദ് ചാരന്മാർ ഇസ്രയേൽ ഭരണകൂടത്തിന് കൈമാറുകയായിരുന്നു. ഇസ്രയേലിൽ നിന്നുള്ള വ്യോമാക്രമണത്തിനോടൊപ്പം ഇറാനെ ആഘാതം സൃഷ്ടിച്ചത് സ്വന്തം മണ്ണിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണം കൂടിയായിരുന്നു. ആക്രമണത്തിന്റെ വീഡിയോ മൊസാദ് തന്നെ പങ്കുവച്ചു. ഇത്തരം ദൃശ്യങ്ങൾ മൊസാദ് തന്നെ പങ്കുവയ്ക്കുന്നത് അത്യപൂർവമാണ്. ഇറാനുള്ളിലെ മിസൈൽ ലോഞ്ചറുകളെ ഡ്രോണുകൾ ആക്രമിക്കുന്നത് വീഡിയോകളിൽ വ്യക്തം. സൈബർ ആക്രമണം നടത്തി ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ വഴിതെറ്റിക്കാനും മൊസാദിന് കഴിഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.